ഹലോ വെൽക്കം ടു എസ്സാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിലെ എല്ലാ വീഡിയോസും തന്നെ എല്ലാവരും തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ പറയാൻ മറക്കരുത്. എന്ത് തന്നെ ആയിക്കോട്ടെ, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് കാക്ക് ലീവുള്ളൊരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ഫിലിം കാണാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുൻകൂറായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു LED ലൈറ്റ് വാങ്ങിച്ചിട്ട്. അപ്പോൾ അത് ഈ TV-യുടെ 4 സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ കളേഴ്സ് എല്ലാം നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് സെപ്പറേറ്റ് റിമോട്ടും കൂടിയുണ്ട്. LED ലൈറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് 5 മീറ്ററാണ്. 4 വശം ഒട്ടിച്ചിട്ടും വീണ്ടും ലെങ്ത്ത് ബാക്കി ഉണ്ടായിരുന്നു. അവസാനമായിട്ട് TV-യുടെ പിന്നിൽ വശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ LED ലൈറ്റൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് സ്നാക്സ് ഒന്ന് പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് നമുക്ക് TV കാണുന്ന ടൈമിലായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പപ്കോണാണ്. അത് നെയ്യിലിട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് ഉപ്പും നെയ്യും ചേർത്തിട്ടാണ് ഇത് പപ്കോൺ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. അതിനു വേണ്ടി കുബൂസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് തൈരും അതേപോലെ തന്നെ തഹീനിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് റോളാക്കിയിട്ടാണ് എടുക്കുന്നത്. ഈ ഒരു സ്പ്രെഡിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും സ്വീറ്റ്സ് ആയിട്ടുള്ള കണ്ടൻറ്റ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ആയിട്ട് ജാമായിട്ടൊക്കെ സ്പ്രെഡായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഫോയിലൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഒട്ടുമിക്ക ദിവസം ഞങ്ങൾ രാവിലെ ഇതാണ് കഴിക്കാറ്. അതാകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആണല്ലോ വിചാരിച്ചിട്ട് ഇത് തന്നെയാണ് കൂടുതൽ ഉണ്ടാക്കാറ്. പിന്നെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് വേണമെങ്കിൽ ക്യാബേജ് അതേപോലെ തന്നെ കുക്കുംബർ പിന്നെ സോസേജ് ചിക്കൻ അതൊക്കെ നമുക്ക് ഫില്ലിംഗ് ആയിട്ട് വെക്കാവുന്നതാണ്. ഞാനതൊന്നും ചെയ്തിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റിനാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സാധാരണ സോസേജും ചിക്കനൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അത് കഴിച്ചാൽ കുറച്ചും കൂടി വയറ് നിറയും. ഇനി അടുത്ത സ്നാക്സ് ഉണ്ടാക്കുന്നത് ഓംലേറ്റ് ആണ്. പക്ഷെ ഒരു വെറൈറ്റി ടൈപ്പ് ഓംലേറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ. അതിന് വേണ്ടിയിട്ട് 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് അതേപോലെ തന്നെ കുരുമുളക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒറിഗാനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള മൊസറല്ല ചീസും കൂടിയിട്ട് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓംലേറ്റിലേക്ക് മൊസറല്ല ചീസും കൂടി ചേർത്ത് കൊടുത്ത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഏകദേശം നമ്മളൊരു പിസയുടെ ടേസ്റ്റും ഫ്ലേവറൊക്കെ വരാറുണ്ട്. അതിനുവേണ്ടി കുറച്ച് ഒറിഗാനും കൂടി ചേർത്ത് കൊടുത്ത് അടിപൊളിയാണ്. ഇങ്ങനെ ഓംലേറ്റ് ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് മൊസറല്ല ചീസും അതേപോലെ തന്നെ കുറച്ച് ഒറിഗാനും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് കഴിച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും തന്നെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മളുടെ സ്നാക്സ് ഐറ്റംസൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 3 ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇനി അടുത്തത് നാരങ്ങ വെള്ളം കൂടി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിനുവേണ്ടി ചെറുനാരങ്ങ കുരുവൊക്കെ കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങനെ 2-3 ഗ്ലാസ്സാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ ഐറ്റംസും റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഹാളൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. കുട്ടികളുള്ള ഒട്ടുമിക്ക വീടുകളിലും മെയിൻ താരം എന്ന് പറയുന്നത് അവരുടെ ടോയ്സാണ്. ക്ലീൻ ചെയ്യാനായിട്ട് മെയിനായിട്ട് ഉണ്ടാവുക നമുക്ക് അവരുടെ ടോയ്സൊക്കെ ഒന്ന് ഒതുക്കി വെക്കലാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഇക്കും മോളും കൂടിയിട്ട് ഓരോന്നും പറഞ്ഞിട്ട് അവളുടെ ബാഗിൽ ടോയ്സ് എടുത്ത് വെക്കുന്ന ബാഗിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് വെക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഞാൻ എടുത്ത് വെക്കാം, ഇക്ക് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതും അതേപോലെ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവളെ ടോയ്സ് ഒന്നും തൊടാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ ബാക്കിയുള്ള സ്നാക്സൊക്കെ കൂടിയിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് മോളാണല്ലോ അറേഞ്ച് ചെയ്യുന്നത്. എൻ്റെ ഹെൽപ്പർ മോളായിട്ടാണ് വന്നിട്ടുള്ളത്. അവൾക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് ഇരട്ടി പണി ഉണ്ടാക്കി തരും ചില കാര്യങ്ങൾക്ക്. അപ്പോൾ ഓരോ ഐറ്റംസായിട്ട് ഞാൻ അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നാരങ്ങ വെള്ളം ഞാൻ തന്നെ ക്ലാസ്സിലോട്ട് ഒഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്കോൺ കണ്ടുനോക്കുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്നും എടുത്ത് ടേസ്റ്റ് നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇനി അവളൊന്ന് ഒതുക്കിയിരുത്തണം. ഇതൊക്കെയാണ് നമ്മൾ സ്നാക്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫിലിം കാണുന്നതിൻ്റെ കൂടെയായിട്ട് ഇതൊക്കെ കഴിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടിപൊളിയായിട്ട് ഞങ്ങൾ ഫിലിം കാണുകയും ചെയ്ത് അതേപോലെ തന്നെ ഇതൊക്കെ ഇരുന്ന് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.